ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി റവ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഒരുപാടുണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. നമുക്ക് ഈ ഒരു പലഹാരം എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന് ഞാനിവിടെ ഇതുപോലെ പൊടിച്ച് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല മുരാതിരിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു 30 മില്ലി അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മണമില്ലാത്ത ഏത് ഓയിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് റവ, വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും. ഇതുപോലെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് റവ നന്നായിട്ട് വെന്ത് കുറുകി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2.5 കപ്പ് അളവിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് റവയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും വെള്ളം എടുത്തിട്ടുള്ളത്. എത്രയാണോ റവ എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം വെച്ച് കൊടുക്കേണ്ടി വരും. റവ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കണം. 250 ml കപ്പിൻ്റെ അളവിന് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഓരോ കപ്പും നിറച്ചാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതെല്ലാം ചൂടോടെ തന്നെ കുഴച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ചൂട് സമയത്ത് തന്നെ ഇതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 സ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ്. ഇനി ഇതിൽ കുറച്ച് കളറായിട്ട് കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 1/2 സ്പൂൺ അളവിൽ സാദാ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടോടുകൂടെ തന്നെ കുഴച്ചെടുക്കാം. നമ്മളിത് കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല ചൂടായതുകൊണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്കായിട്ട് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുന്നുണ്ട്. ചൂടോടുകൂടെ തന്നെ കുഴച്ചെടുക്കുമ്പോഴാണ് മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോവും. നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ചൂട് അത്ര വലുതായിട്ട് തോന്നത്തില്ല. അതുമല്ല, നമ്മൾ കുഴച്ച് വരുമ്പോൾ ആ ഒരു ചൂട് ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. ഇപ്പോൾ ഞാനിതാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം നല്ല സ്മൂത്തായിട്ടും സോഫ്റ്റ് ആയിട്ടാണ് ഈ മാവ് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ളതെന്ന്. റവ ഇതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ മാവ് തയ്യാറാക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടും നമുക്ക് മാവ് കിട്ടും. അതുപോലെ നമ്മൾ പത്തിരിക്കോ ചപ്പാത്തിക്കോ ഒന്നും കുഴച്ചെടുക്കുന്ന പോലെ ഒരുപാട് ബുദ്ധിമുട്ടി കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് കുഴഞ്ഞു കിട്ടും. ഞാനിതുപോലെ ഓരോ പീസായിട്ട് ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് വശത്ത് ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. കുറച്ചധികം ഓയിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കണം. ഇനി ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ നമ്മുടെ സേവനാഴി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ കുറച്ച് വലിപ്പത്തിലുള്ള ഹോളുള്ള ഒരു അച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ സേവനാഴിയിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവണം. അല്ലാതെ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ കൊണ്ട് മാവ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മാവ് പിഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഊരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് നല്ലപോലെ കഴുകിയിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് മാവ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കറക്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ എണ്ണ തടവി വെച്ചിരുന്ന ആ ഒരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ മുകളിലാണ് ഇത് ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് വലിപ്പത്തിലല്ല, ഒരു മീഡിയം വലിപ്പത്തിലാണ് ഇവിടെ ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നത്. ഓരോരുത്തർക്കും എത്ര വലിപ്പത്തിലാണോ ഏത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പം ഇത് സ്പാച്ചിലേക്ക് ഇതുപോലെ ഒന്ന് ചരിച്ചു കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതിലേക്ക് കിട്ടും. ഒരുപാട് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയത് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കിട്ടിയത്. ഇപ്പം ചൂടായി വന്ന എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ ഫ്ലെയിമിൽ തന്നെ എല്ലാം വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. എങ്കിലാണ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുമ്പോൾ എല്ലാം ഒരേ പരുവത്തിൽ കിട്ടുന്നത്.
അപ്പോൾ ഇവിടെ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചൂടാറിയതിന് ശേഷം ഇത് എയർടൈറ്റ് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് കഴിക്കാവുന്നതാണ്. 1-2 ആഴ്ചയൊക്കെ അതുപോലെ ഇരിക്കും, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.